അങ്ങനെ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തിൽ നല്ല സ്വഹാബക്കന്മാർ ഈ മൗലിദ് ഓതുറോല അങ്ങ് ആക്കിരാറാ ഈ കാര്യക്രമ റബീഉൽ അവ്വൽ 12 നബിത്തങ്ങളെ പ്രസവിച്ചത് കൊണ്ട് സന്തോഷിക്കണോ, ആ സന്തോഷം സുന്നത്താണ്, പ്രതിഫലമുണ്ട്. സന്തോഷിക്കണുണ്ട് ഏതെങ്കിലും ആയത്തുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ ആയത്തെ ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ ഞങ്ങൾ ഉള്ള റബീഉൽ അവ്വൽ തിങ്കളെ ഇട്ടിക്കിട് ഈ റബീഉൽ അവ്വലിനെ കുറിച്ചിട്ട് ഒരു 3-4 ചോദ്യം കേൾക്കട്ടെ. ഞങ്ങൾ ഇപ്പത്തെ ബാലക്കാർമാർക്കും അതേപോലെ ഉമ്മ പെങ്ങന്മാർക്കും എല്ലാവർക്കും ഉപകാരപ്പെട്ടത് ചോദ്യമായിട്ട് ഫസ്റ്റ് ഒരു ചോദ്യമായിട്ട് ഈ റബീഉൽ അവ്വൽ 12 കയറ്റിക്കട നബി തങ്ങ ജനിച്ചിരോ? അതെ, റബീഉൽ അവ്വൽ 12 ചെന്നതായിട്ട് ഭൂരിഭാഗ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ആ ഭൂരിഭാഗത്തിലുള്ള അഭിപ്രായത്തെ പിടിച്ചിട്ടായിട്ട് ഇമാമിങ്ങൾ എല്ലാവരും എഴുതി വെച്ചത് റബീഉൽ അവ്വൽ 12 ആയിട്ടുണ്ട്. ഇത്ര വ്യത്യസ്ത രൂപങ്ങളെ കിതാബുകൾ ചർച്ചയാക്കിയതുണ്ട്. പക്ഷെ റബീഉൽ അവ്വൽ 12 ചെന്നിട്ട് ഭൂരിഭാഗ ആൾക്കാർ ചെന്നത് കൊണ്ട് ആ 12 പിടിച്ചിട്ട് ഞങ്ങൾ അമലാക്കിയിട്ടുള്ള. ബട്ട് ഈ റബീഉൽ അവ്വൽ അല്ലാണ്ടും ഉണ്ടല്ലേ? അതെ, റബീഉൽ അവ്വൽ അല്ലാണ്ട് ചൊന്നങ്ങ ഉള്ളാറ്. അതേ സമയത്തില് ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം റളിയല്ലാഹു അൻഹു പോലത്ത, സീറ ഇമാം ഹലബി തങ്ങളെ പോലത്ത, സലഫി ആചാരകനായ ഇബ്നു തൈമിയുടെ ശിഷ്യനായ ഇബ്നു കസീർ അടക്കം അവിടെ സീറത്തുൻ നബവിയിൽ ചൊല്ലിന്റെ മഷ്ഹൂറായ അഭിപ്രായമേ റബീഉൽ അവ്വൽ 12. പിന്നെ ഞങ്ങൾ എന്ത് ചർച്ചയാക്കണം? മഷ്ഹൂറായ അഭിപ്രായമേ റബീഉൽ അവ്വൽ 12 ആയിട്ടിക്കണം. പിന്നെ നല്ല ചർച്ചയാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ റബീഉൽ അവ്വൽ 12 വഫാത്തായിടല്ലേ? തീർച്ചയായിട്ടും വഫാത്ത് റബീഉൽ അവ്വൽ 12 എന്നതുകൊണ്ട് എന്തായിട്ട് അതിൽ സന്തോഷിക്കണമ ദുഃഖപ്പെടണമ? ഇസ്ലാമില് ദുഃഖാചരണ ചെന്നിട്ട് ഇസ്ലാം പഠിപ്പാട്ടതേ ഇല്ല. സന്തോഷ ആ വാർത്ത എപ്പോ ഉണ്ട്. പുറത്തു ഇസ്ലാമിൽ ഒരാൾ മരിച്ചെങ്കിൽ പോലും ദുഃഖാചരണം നടത്തുതീരണ്ട ചൊല്ലി ഇത് നിങ്ങ ചൊല്ലമ ഈ ദുഃഖ ആക്കോതീര ಬೇಜಾರಾಕೋತೀರ ಅಂತಲ್ಲ. നോ, ഇസ്ലാമിലോ സ്വന്തം അഭിപ്രായം ഏതും ഇല്ല. ഞാൻ ആരും അല്ല അതൊക്കെ അഭിപ്രായം ചൊല്ലും. ഇമാമിങ്ങൾ ചൊന്ന് വെച്ചതായിട്ട് ഞങ്ങൾ ഇവിടെ ചൊല്ലു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ അവിടെ ഹാബി ഉണ്ടോ നോക്കൂ. ആ ഹാബിയിൽ ചൊല്ലു ഇസ്ലാമിൽ ദുഃഖാചരണ ഇല്ല. അതിനാൽ റബീഉൽ അവ്വൽ 12 നബിത്തങ്ങളെ പ്രസവിച്ചത് കൊണ്ട് സന്തോഷിക്കണോ, ആ സന്തോഷം സുന്നത്താണ്, പ്രതിഫലമുണ്ട്. സന്തോഷിക്കണുണ്ട് ഏതെങ്കിലും ആയത്തുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ ആയത്തെ ഉണ്ടല്ലോ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ആയത്തെ ഉണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്ത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കറോ ചൊന്നിട്ടു ഇമാം സുയൂത്തി തങ്ങൾ ചൊല്ലു. ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കണേ നബി തങ്ങളാണ്. ബഹറുൽ മുഹീത്തിൽ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ചൊല്ല. ബഹറുൽ മുഹീത്ത് കിതാബിൽ ചൊല്ലിങ്ങനെ എന്ത് അത് നബി തങ്ങളാണ് റഹ്മത്ത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ റഹ്മത്തൽ ലിൽ ആലമീൻ അല്ലാഹു ചൊന്ന റഹ്മത്ത് ഉണ്ട്. ഇമാമിങ്ങൾ നബി തങ്ങളെ റഹ്മത്തായിട്ട് വ്യാഖ്യാനിച്ചാർ. അതിനാൽ ഈ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് ഖുർആന്റെ ആജ്ഞ. ഞങ്ങൾ സന്തോഷിക്കണം, എന്തിനതിൽ തപ്പു? ഓക്കെ ഉസ്താദ്, നിങ്ങൾ ചെന്ന പോലെ ഖുർആനിൽ ആയത്തുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തിൽ നല്ല സ്വഹാബക്കന്മാർ ഈ മൗലിദ് ഓതുറോല അങ്ങ് ആക്കിരാറാ ഈ കാര്യക്രമ? തീർച്ചയായിട്ടും കിതാബുകളിൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ദിയ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതായ അത്തൻവീർ ഫി മൗലിദിൽ ബഷീറിൻ നദീർ ചൊല്ല കിതാബ്, അതുപോലെ അസിൽകുൽ മുഅല്ലമ ചൊല്ല കിതാബും. അബൂദർദാ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കൂടെ ആമിറുൽ അൻസാരി തങ്ങൾ ഔത്തു നടന്നിട്ട് പോകുമ്പോ ആ ബഹുമാനപ്പെട്ടവരെ ഔത്തുല് പോകുമ്പോഴത്തേക്കും മക്കള് കുടുംബത്തങ്ങളെ വെച്ചിട്ട് നബിത്തങ്ങളെ ഈ പ്രൗഢിയുള്ള ജനനത്തെ കുറിച്ചിട്ട് ആമിറുൽ അൻസാരി തങ്ങൾ വിശേഷം തന്നിട്ടുണ്ട്. അപ്പോഴായിട്ട് നബിത്തങ്ങൾ എത്ര നബിത്തങ്ങൾ ചെറുത്ത് ആദല്യവും ആണ്ടതാ ജനിച്ച റബീഉൽ അവ്വൽ 12 അതിണ്ടായിട്ടിക്കണ്. അപ്പൊ ചെറുത്ത് മംഫഅല ഫീലക നജാതക ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബ റഹ്മത്തി വൽ മലായികത യസ്തഗ്ഫിറൂന ലക. അല്ലാഹു നിനക്ക് റഹ്മത്തിന്റെ വായു തുറന്നു തരട്ട്. ശിർക്ക് പറക്കടി വന്നിട്ടില്ല. നബി തങ്ങൾ റഹ്മത്തിന്റെ വായു തുറന്നു തരട്ട്. മലായികങ്ങള് നിനക്ക് വേണ്ടിട്ട് പൊറുക്കലിന് തരട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുള്ളത് അത് ആമിയാക്കട്ട്. ഓക്കെ അല്ലേ? എന്നിട്ട് മംഫഅല ഫീലക ഈ നിങ്ങൾ ആക്കുമ്പോഴത്തെ ഈ കർമ്മങ്ങൾ വിഷയങ്ങൾ ആരെങ്കിലും ഒരാളാക്കണമെങ്കിൽ നജാതക്ക നിങ്ങൾ വിജയിച്ചതുപോലെ അങ്ങ് വിജയിക്കണാറ്. അപ്പോ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, ഈ റബിയുടെ കുറിച്ചിട്ട് ഈ ഒരുപാട് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഉസ്താദ് ഒരുപാട് ചോദ്യം കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ കാണാം.